നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഭാര്യയുടെ വീട്ടിൽ കയറി ഭാര്യാമാതാവിനെയും സഹോദരിയെയും ചുറ്റിക കൊണ്ട് പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് ഒരു യുവാവ്. കൊച്ചി ആലുവയിലാണ് സംഭവം നടന്നത്. ആലുവ പൈപ്പ് ലൈൻ റോഡിൽ റാബിയയുടെ ഭർത്താവ് തിരുവനന്തപുരം നേമം സ്വദേശിയായ രാജീവാണ് ആക്രമണം നടത്തിയത്. റാബിയയുടെ വീടിന്റെ ഓടിളക്കി ഉള്ളിൽ കയറി ആക്രമണം നടത്തുകയായിരുന്നു ഇയാൾ. പരിക്കേറ്റ റാബിയയുടെ ഉമ്മ ഖദീജയും ഇളയ സഹോദരി ഫാത്തിമയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ പുലർച്ചെയാണ് യുവാവ് ആക്രമണം നടത്തിയത്. വീടിന്റെ ഓടിളക്കി അകത്ത് കയറിയ രാജീവ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഭാര്യയുടെ ഇളയ സഹോദരിയെ ചുറ്റിക കൊണ്ടടിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയ ഉമ്മ ഖദീജയ്ക്ക് നേരെ കത്തി വീശുകയും പിന്നാലെ ചുറ്റിക കൊണ്ട് അടിക്കുകയുമായിരുന്നു. അരമണിക്കൂറോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതി അയൽവാസികൾ ഓടിയെത്തിയതോടെ രക്ഷപ്പെടുകയായിരുന്നു. പ്രതി രാജീവിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആക്രമണം നടക്കുന്ന സമയത്ത് രാജീവിന്റെ ഭാര്യ റാബിയ വീട്ടിലുണ്ടായിരുന്നില്ല. ഇവർ കോഴിക്കോടാണ് ജോലി ചെയ്യുന്നത്. ലഹരിക്കടിമയും ലൈംഗിക വൈകൃതവുമുള്ളയാളാണ് രാജീവെന്നും കൊല്ലാൻ ലക്ഷ്യമിട്ടാണ് എത്തിയതെന്നും കുടുംബം ആരോപിച്ചു. ആക്രമിക്കാൻ ഉപയോഗിച്ച ചുറ്റികയും രാജീവിന്റെ ഫോണും വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 4 വർഷം മുൻപാണ് റാബിയയും രാജീവും തമ്മിൽ വിവാഹിതരായത്. കഴിഞ്ഞ 1.5 വർഷമായി രാജീവുമായി അകന്നു കഴിയുകയാണ് റാബിയ. 8 മാസം മുൻപ് വിവാഹമോചന കേസ് നൽകിയതോടെ രാജീവിൽ നിന്നും 2 തവണ ആക്രമണം ഉണ്ടായെന്നും റാബിയയുടെ കുടുംബം ആരോപിച്ചു.